അങ്ങനെ റെയിൽവേയുടെ NTPC എക്സാമിൻ്റെ എക്സാം ഡേറ്റ് വന്നിരിക്കുകയാണ്. RRB അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിലൂടെ എക്സാം ഡേറ്റ്, അതായത് കൃത്യമായ ഡേറ്റ് എന്നാണ് നിങ്ങളുടെ പരീക്ഷ എന്നോ അതിൻ്റെ ഹോൾ ടിക്കറ്റോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല. ഹോൾ ടിക്കറ്റും നിങ്ങളുടെ എക്സാം സെൻറ്ററും പരീക്ഷാ തീയതിയും സമയവും കൃത്യമായി നിങ്ങൾക്ക് അറിയണമെങ്കിൽ പരീക്ഷ എന്നാണോ നടക്കുന്നത് അതിനൊരു 10 ദിവസം മുൻപേ നിങ്ങൾക്ക് ഹോൾ ടിക്കറ്റ് സൈറ്റിൽ അവൈലബിൾ ആയിരിക്കുള്ളൂ. ഇപ്പോൾ വന്നിരിക്കുന്നത് എക്സാം നിങ്ങളൊന്ന് തയ്യാറായിക്കോളൂ എന്ന് പറയുന്നത് പോലെ പരീക്ഷ ഇത്രാം തീയതി മുതൽ ഇത്രാം തീയതി വരെ ആയിട്ട് പരീക്ഷ നടക്കും എന്നാണ് റെയിൽവേ പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ ഇതിൽ ജൂൺ 5 മുതൽ ജൂൺ 23 വരെ ഈ ദിവസങ്ങളിലായിട്ട് പരീക്ഷ നടക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി അധിക സമയമില്ല. അപ്പോൾ ഇത്രയും നാളും പല വീഡിയോ ചെയ്യുമ്പോഴും പല ക്ലാസ്സുകൾ എടുക്കുമ്പോഴും നിങ്ങളോട് ഈ RRB NTPCക്ക് വേണ്ടിയിട്ട് ധാരാളം ക്ലാസ്സുകൾ നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലെല്ലാം നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ഓരോ ക്ലാസ് കഴിയുമ്പോഴും അതിൻ്റെ അവസാനം എല്ലാം പറയുന്നുണ്ട്, കഴിയുന്നത്ര ചോദ്യങ്ങൾ ചെയ്ത് പഠിക്കുക. അപ്പോൾ അങ്ങനെ എല്ലാവരും നല്ലൊരു പ്രാക്ടീസ് മെൻറ്റാലിറ്റിയോടുകൂടി അല്ലെങ്കിൽ കൂടുതൽ ചോദ്യങ്ങൾ ചെയ്ത് പഠിക്കാനുള്ളൊരു ത്വര നിങ്ങളിൽ ഉണ്ടായി കാണും എന്ന് വിശ്വസിക്കുന്നു. അങ്ങനെ എല്ലാവരും നല്ലപോലെ നിങ്ങളുടെ പ്രാക്ടീസൊക്കെ മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്നുള്ള വിശ്വാസത്തിലുമാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഇനി മുതൽ പരീക്ഷ വരെയുള്ള സമയങ്ങളിൽ ഇതേപോലെയുള്ള ക്ലാസ്സുകളുമായിട്ട് ഇടയ്ക്ക് ഞാൻ വരും. അപ്പോൾ അത് മുൻവർഷങ്ങളിലെ ചോദ്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മൾ തയ്യാറാക്കുന്ന ക്ലാസ്സുകളായിരിക്കും. അപ്പോൾ കോൺസെപ്റ്റ് എല്ലാം മനസ്സിലാക്കി പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് അത് ഈ ക്ലാസ്സുകൾ വളരെ പ്രയോജനം ചെയ്യും. അപ്പോൾ ഇനിയും കൂടുതലൊന്നും പറയുന്നില്ല, നമുക്ക് ചോദ്യങ്ങളിലേക്ക് പോകാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഒരു 10 ചോദ്യങ്ങളാണ് എടുത്തിട്ടുള്ളത്. NTPC എക്സാമിന് മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള 10 ചോദ്യങ്ങളാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം. സോ ആദ്യത്തെ ചോദ്യം, 500 gram of sugar solution has 45% sugar in it by weight. How much sugar must be added in the solution to make it 60% sugar solution by weight? അപ്പോൾ ഈ ചോദ്യം നമുക്ക് എക്സ് ഉപയോഗിച്ചും ചെയ്യാം, അല്ലാതെ നമുക്ക് അലിഗേഷൻ്റെ കോൺസെപ്റ്റ് ഉപയോഗിച്ചും ചെയ്യാം. നമ്മൾ മിക്സ്ചർ ആൻഡ് അലിഗേഷൻ എന്നൊരു ചാപ്റ്റർ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അവിടെ നമ്മൾ ഇങ്ങനെ വരുന്ന ചോദ്യങ്ങളൊക്കെ നമ്മൾ അവിടെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് എൻ്റെ യൂട്യൂബ് ചാനലിൽ തന്നെ നോക്കിയാൽ നിങ്ങൾക്ക് ഈ മിക്സ്ചർ ആൻഡ് അലിഗേഷൻ എന്ന് പറയുന്ന ക്ലാസ് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ചോദ്യം നമുക്ക് എങ്ങനെ ചെയ്യാം അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം പറഞ്ഞിരിക്കുന്നത് എന്താ, ഇങ്ങനെ ഒരു അലിഗേഷനിൽ ഒരു ചോദ്യം ചെയ്യണമെങ്കിൽ ഇങ്ങനെ ഒരു ചോദ്യം വരുമ്പോൾ നിങ്ങൾ ആദ്യം ചിന്തിക്കേണ്ടത് എന്തൊക്കെ തമ്മിലാണ് കൂടിക്കലരേണ്ടത്, എന്തൊക്കെ തമ്മിൽ കൂടിക്കലർന്നിട്ടാണ് നമുക്ക് ഈ ഒരു മിക്സ്ചർ വേണ്ടത്. 500 gram ഷുഗർ സൊല്യൂഷൻ നമ്മുടെ കയ്യിലുണ്ട്. 500 gram ഷുഗർ സൊല്യൂഷൻ നമ്മുടെ കയ്യിലുണ്ട്. അതിലിപ്പോൾ ഉള്ള ഷുഗറിൻ്റെ അളവ് 45%. എത്ര ഗ്രാം ഷുഗറും കൂടെ നമ്മൾ ആഡ് ചെയ്താൽ അത് 60% ആകും എന്നാണ് ചോദ്യം. അപ്പോൾ 500 ഗ്രാമിൽ 45% ഷുഗറുണ്ട്. എത്ര ഗ്രാം ഷുഗറും കൂടെ ആഡ് ചെയ്താൽ അത് 600 ആകും. അപ്പോൾ 500 ഗ്രാമിൽ 45% ഷുഗറുണ്ട്. അപ്പോൾ എന്തൊക്കെ തമ്മിലാണ് കൂടിക്കലരേണ്ടത്? ഇപ്പോൾ ഉള്ള 500 ഗ്രാമിലെ 45% ഷുഗറും നിങ്ങൾ ആഡ് ചെയ്യുന്ന ഷുഗറും കൂടെയല്ലേ കൂടിക്കലരേണ്ടേ? നിങ്ങൾ ആഡ് ചെയ്യുന്ന ഷുഗർ അത് എത്ര എന്നറിയത്തില്ല, അതാ കണ്ടുപിടിക്കണ്ടേ. പക്ഷേ പേഴ്സൻറ്റേജിൽ പറഞ്ഞാൽ നിങ്ങൾ എങ്ങനെയാണ് ഷുഗർ ആഡ് ചെയ്യുക? മക്കളെ 500 ഗ്രാം ഷുഗർ സൊല്യൂഷനാണ് നിങ്ങളുടെ കയ്യിലുള്ള 500 ഗ്രാം ഷുഗർ സൊല്യൂഷൻ, ഷുഗറിലല്ല. 500 ഗ്രാം ഷുഗറിൻ്റെ 45% ഒന്നും ഞാൻ മുമ്പേ പറഞ്ഞു തോന്നുന്നു. അങ്ങനെയാണെങ്കിൽ അതല്ല 500 ഗ്രാം ഷുഗർ സൊല്യൂഷൻ. 500 ഗ്രാം ഇപ്പോൾ പഞ്ചസാരയും വെള്ളവും കൂടെ കലക്കി വെച്ചേക്കുവാന്ന് വിചാരിച്ചു. 500 ഗ്രാം അതിൽ പഞ്ചസാരയുടെ അളവ് 45%. 500 ഗ്രാം ഷുഗർ സൊല്യൂഷനിൽ പഞ്ചസാരയുടെ അളവ് 45%. അതിൽ എത്ര ഗ്രാം ഷുഗറും കൂടി ആഡ് ചെയ്താൽ അത് 60% ആകും. അപ്പോൾ 500 ഗ്രാമിനകത്തിൽ 45% ഷുഗറുണ്ട്. നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്ന ഷുഗർ എന്ന് പറയുന്നത് പ്യുവർ ഷുഗറാണ്. ഉദാഹരണത്തിന് നിങ്ങൾ വീട്ടിൽ ചായ ഉണ്ടാക്കി, മധുരം കുറഞ്ഞു പോയി, മധുരം കൂട്ടണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾ പഞ്ചസാര എടുത്തിടും അല്ലേ? അതോ നിങ്ങൾ ആരെങ്കിലും പഞ്ചസാര വെള്ളത്തിൽ കലക്കിയിട്ടാണോ ഒഴിക്കുന്നത് ചായയിലേക്ക്? അല്ല, പഞ്ചസാര പാത്രം തുറന്ന് നേരെ പഞ്ചസാര എടുത്തിടുകയാണ്. പ്യുവർ ഷുഗറാണ് നിങ്ങൾ ആഡ് ചെയ്യുന്നത് അല്ലേ? സോ പ്യുവർ ഷുഗർ എന്ന് പറയുമ്പോൾ അതിനകത്തിൽ വെള്ളത്തിൻ്റെ അളവേ ഇല്ല, മൊത്തം ഷുഗറാണ് എന്ന് പറഞ്ഞാൽ 100% ഷുഗർ. അങ്ങനെ ഇത് തമ്മിൽ കൂടിക്കലരുന്നതിൻ്റെ ഫലമായിട്ട് 45 ഗ്രാം പഞ്ചസാരയും 45% പഞ്ചസാരയും ഇപ്പോൾ ഉള്ള നമ്മുടെ 500 ഗ്രാം ഷുഗർ സൊല്യൂഷനിലുള്ള 45% പഞ്ചസാരയും നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്ന 100% പഞ്ചസാരയും കൂടി ചേർന്നിട്ട് എത്ര ശതമാനം ആവുന്നു? എത്ര ശതമാനം ആവണം? ഇത് രണ്ടും കൂടെ ചേർന്നിട്ട് 60% ആകണം, 60% ആവണം അല്ലേ? അപ്പോൾ അലിഗേഷൻ ഉപയോഗിച്ച് നമ്മൾ ചെയ്യുമ്പോൾ എന്താ ചെയ്യുന്നത്? ആദ്യം നമ്മൾ ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം 45ഉം 60ഉം തമ്മിലുള്ള വ്യത്യാസം എത്ര മക്കളെ? 15%. അതേപോലെ
100ഉം 60ഉം തമ്മിലുള്ള വ്യത്യാസം എത്ര? 100ഉം 60ഉം തമ്മിലുള്ള വ്യത്യാസം 40. അപ്പോൾ നമുക്ക് റേഷ്യോ കിട്ടി 40:18. 15 എന്ന് പറഞ്ഞാൽ ഒന്നുകൂടെ ചെറുതാക്കി 2നെ 5 കൊണ്ട് ഹരിച്ച് നമുക്ക് 8:3 എന്ന് എഴുതിക്കൂടെ? എഴുതാം. അപ്പോൾ എന്താണ് ഈ 8:3 എന്ന് പറയുന്നതാണ് അലിഗേഷൻ റേഷ്യോ. അലിഗേഷൻ റേഷ്യോ എന്ന് പറഞ്ഞാൽ ഈ രണ്ട് സാധനങ്ങൾ തമ്മിൽ ചേരേണ്ട റേഷ്യോ. ഏതൊക്കെ തമ്മിൽ? ഇപ്പം നിങ്ങളുടെ കയ്യിലുള്ള ഷുഗർ സൊല്യൂഷനും നിങ്ങൾ ആഡ് ചെയ്യുന്ന ഷുഗറും തമ്മിലുള്ള റേഷ്യോ. അതായത് ഇപ്പം നിങ്ങളുടെ കയ്യിൽ എത്രയുണ്ടോ അതിൻ്റെ കൂടെ നിങ്ങൾ എത്രയുടെ ആഡ് ചെയ്യണം. അതായത് കയ്യിൽ ഇപ്പോൾ ഉള്ളതും ആഡ് ചെയ്യുന്നത്. അതായത് ഇപ്പം നമ്മുടെ കയ്യിലുള്ളത് എത്ര? 8 കയ്യിലുണ്ടെങ്കിൽ 3 ആഡ് ചെയ്യണമെന്നാണ് അതിൻ്റെ അർത്ഥം. നമ്മുടെ കയ്യിലുള്ള മിക്സർ എത്ര ഉള്ളത്? 500 അല്ലേ? അപ്പോൾ 8 എന്ന് പറയുന്നത് എത്ര? 500. കയ്യിലുള്ളത് 500. ഈ റേഷ്യോൻ്റെ അർത്ഥം 8 കയ്യിലുണ്ടെങ്കിൽ 3 ആഡ് ചെയ്യണമെന്നാണ്. 8 500 അല്ലേ? 500 ഗ്രാമിലല്ലേ ഈ 45% ഷുഗർ വന്നേ? അപ്പോൾ 8 എന്ന് പറയുന്നത് 500. ആഡ് ചെയ്യേണ്ടത് എത്ര? 3 ആഡ് ചെയ്യണം. 3 എത്ര എന്ന് കണ്ടുപിടിച്ചാൽ മതി അല്ലേ? 8 500 ആണെങ്കിൽ 3 എത്ര? 8 മുട്ടായിക്ക് 500 രൂപയാണ്. ഒരു മുട്ടായുടെ വില കണ്ടുപിടിക്കാൻ 500 ഡിവൈഡഡ് ബൈ 8. അപ്പോൾ 1ൻ്റെ വാല്യൂ കിട്ടും. 1ൻ്റെ വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ 3ൻ്റെ വാല്യൂ കിട്ടാൻ എന്ത് ചെയ്താൽ മതി? അതിനെ 3 കൊണ്ട് ഗുണിച്ചാൽ മതി. അപ്പോൾ 500നെ 8 കൊണ്ട് ഹരിച്ചാൽ നമുക്ക് 125 ഡിവൈഡഡ് ബൈ 2 × 3 കിട്ടും. 125ൻ്റെ പകുതി 62.5. 62.5 × 3 എന്ന് പറയുമ്പോൾ 187.5 എന്ന് കിട്ടും. യെസ്, ഓപ്ഷൻ സി 187.5. ശരിയാണോ? യെസ്, 187.5 എന്ന് നമുക്ക് കിട്ടും. അടുത്ത ചോദ്യം, how many numbers are there from 35 to 289 including both these numbers which are divisible by either 5 or 17? അതായത് 35 മുതൽ 289 വരെയുള്ള സംഖ്യകളിൽ എത്ര സംഖ്യകളെയാണ് നിങ്ങൾക്ക് ഒന്നുകിൽ 5 കൊണ്ടോ അല്ലെങ്കിൽ 17 കൊണ്ടോ, ഒന്നുകിൽ 5 കൊണ്ട് അല്ലെങ്കിൽ 17 കൊണ്ട് ഹരിക്കാൻ പറ്റുന്ന എത്ര സംഖ്യകളാണ് ഇതിലുള്ളത്? 5 കൊണ്ടും 17 കൊണ്ടൊന്നുമല്ല. ബോത്ത് 5 and 17 എന്ന് അവർ പറഞ്ഞിട്ടില്ല. ഒന്നുകിൽ 5 അല്ലെങ്കിൽ 17 അല്ലേ? എയ്തർ 5 or 17. ഒന്നുകിൽ 5 അല്ലെങ്കിൽ 17. അപ്പം നമുക്ക് നോക്കാം. സോ നമുക്ക് 35 മുതൽ 289 വരെയുള്ള നമ്പറാണ്. അപ്പോൾ അതിൽ നമുക്ക് 5 കൊണ്ട് ഹരിക്കാൻ പറ്റുന്ന നമ്പർ ഏതൊക്കെയാണ്? അപ്പോൾ ഇത് എങ്ങനെ, ഇത് സംഭവം ശരിക്കും നമുക്ക് എന്തൊക്കെയാണ് അപ്പോൾ കണ്ടുപിടിക്കേണ്ടത്? ഇവിടെ നമ്മൾ 35 മുതൽ 289 വരെയുള്ള നമ്പറാണ്, സമ്മതിച്ചു. അതിൽ 5 കൊണ്ട് ഹരിക്കാൻ പറ്റുന്നത് വേണം. ഒന്നുകിൽ 5 കൊണ്ട് ഹരിക്കാൻ പറ്റണം, അല്ലെങ്കിൽ 17 കൊണ്ട് ഹരിക്കാൻ പറ്റണം. 2 കൊണ്ടും ഹരിക്കാൻ പറ്റണോ? 17 കൊണ്ടും 5 കൊണ്ടും ഹരിക്കണോ? വേണ്ട. അപ്പോൾ 5 കൊണ്ട് ഹരിക്കാൻ പറ്റുന്ന എത്ര നമ്പറാണെന്ന് കണ്ടുപിടിക്കുക, 17 കൊണ്ട് ഹരിക്കാൻ പറ്റുന്ന എത്ര നമ്പറാണെന്ന് കണ്ടുപിടിക്കുക, അത് തമ്മിൽ കൂട്ടുക. അതിൽ നിന്ന് എന്ത് കുറയ്ക്കണം? 2 കൊണ്ടും ഹരിക്കാൻ പറ്റുന്നത് കുറയ്ക്കണം. കാരണം നമുക്ക് ഒന്നുകിൽ 15 കൊണ്ട് അല്ലെങ്കിൽ 5 കൊണ്ട്, ഒന്നുകിൽ 17 കൊണ്ട് അല്ലെങ്കിൽ 5 കൊണ്ട്. ഇത് 2 കൊണ്ട് ഹരിക്കണ്ട എന്ന് പറയുമ്പോൾ 17 കൊണ്ടും 5 കൊണ്ടും ഹരിക്കാൻ പറ്റുന്നത് ഇതിനകത്ത് നിന്ന് മാറ്റി നിർത്തണം. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ എങ്ങനെ, എനിക്ക് ഒരു ഇക്വേഷൻ പോലെ നിങ്ങൾക്ക് എഴുതാം. എന്താണ്? ഡിവിസിബിൾ ബൈ 5 പ്ലസ് ഡിവിസിബിൾ ബൈ 7 മൈനസ് ഡിവിസിബിൾ ബൈ 85. അതെന്താ മക്കളെ? 85 എവിടെ നിന്ന് കിട്ടി? 17 കൊണ്ടും 5 കൊണ്ടും ഹരിക്കാൻ പറ്റണം. 17 കൊണ്ടും 5 കൊണ്ടും ഹരിക്കാൻ പറ്റണമെങ്കിൽ 17ൻ്റെയും മൾട്ടിപ്പിൾ ആയിരിക്കണം, 5ൻ്റെയും മൾട്ടിപ്പിൾ ആയിരിക്കണം. 17ൻ്റെയും 5ൻ്റെയും മൾട്ടിപ്പിൾ ആയിരിക്കണം എന്ന് പറയുമ്പോൾ അതിൻ്റെ 2ൻ്റെയും കോമൺ മൾട്ടിപ്പിൾ അല്ലേ എന്ന് പറയുമ്പോൾ ഏതാ ഉള്ളത്? 85. വേറെ കോമൺ ഫാക്ടർ ഒന്നുമില്ല അവർക്ക്. അതുകൊണ്ട് 17ൻ്റെയും 5ൻ്റെയും മൾട്ടിപ്പിൾ എന്ന് പറയുമ്പോൾ 85. അപ്പോൾ 85 കൊണ്ട് ഹരിക്കാൻ പറ്റണം. 85 കൊണ്ട് ഹരിക്കാൻ പറ്റുന്നത് അതിൽ നിന്ന് ഒഴിവാക്കണം. കാരണം അത് വേണ്ട. 17 കൊണ്ടും 5 കൊണ്ടും ഹരിക്കാൻ പറ്റുന്നത് വേണ്ട എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ഡിവിസിബിൾ ബൈ 5. ഡിവിസിബിൾ ബൈ 5 ഏതൊക്കെയായിരിക്കും? 35, 40, 45, 5 വീതം കൂടി വരും. എന്നിട്ട് 289 തൊട്ട് മുമ്പുള്ള 5ൻ്റെ മൾട്ടിപ്പിൾ എത്ര മക്കളെ? 285. അപ്പോൾ ഇനി ഇത് കണ്ടുപിടിക്കാനായിട്ട് നമുക്കൊരു ഇക്വേഷൻ ഉണ്ട്. അപ്പോൾ ഇതൊരു AP ആണ്, സമാന്തര ശ്രേണിയാണ്. 35, 40, 45 കോമൺ ഡിഫറൻസ് 5, പൊതുവ്യത്യാസം 5 ആയിട്ടുള്ള ഒരു സമാന്തര ശ്രേണിയാണ്. ഒരു സമാന്തര ശ്രേണിയുടെ എണ്ണം കണ്ടുപിടിക്കുന്നത് എങ്ങനെയാ? ആദ്യ പദവും അവസാനത്തെ പദവും അറിയാമെങ്കിൽ എണ്ണം കണ്ടുപിടിക്കാൻ ഒരു ഇക്വേഷൻ ഉണ്ട്, പഠിച്ചോണം. n ഈസ് ഈക്വൽ ടു അവസാന പദം മൈനസ് Tn മൈനസ് T1 ഡിവൈഡഡ് ബൈ പൊതുവ്യത്യാസം D പ്ലസ് 1 എന്ന് പറയുന്ന ഇക്വേഷൻ ഉപയോഗിച്ച് നമുക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ അവസാന പദം എന്ന് പറയുന്നത് 285
മൈനസ് ആദ്യ പദം എന്ന് പറയുന്നത് 35 ഡിവൈഡഡ് ബൈ 5 അല്ലേ. അപ്പോൾ 285 മൈനസ് 35 എന്ന് പറയുമ്പോൾ 250 കിട്ടും. ഡിവൈഡഡ് ബൈ 5 പ്ലസ് 1 ഉണ്ട് കേട്ടോ, പ്ലസ് 1 മറന്നു പോകരുത്. 285 ബൈ 5 പ്ലസ് 1, 250 ബൈ 5 എന്ന് പറയുമ്പോൾ 50 പ്ലസ് 1 51 എന്ന് കിട്ടും. 51, അപ്പോൾ അത് കിട്ടി. സോ ഡിവിസിബിൾ ബൈ 5 കിട്ടി. ഇനി അടുത്തത് എന്താ? അടുത്തതിനി ഡിവിസിബിൾ ബൈ 17. അപ്പോൾ 17ൻ്റെ മൾട്ടിപ്പിൾസ് ഏതൊക്കെയാണ്? 17 കൊണ്ട് ഹരിക്കാൻ പറ്റുന്ന ഏതൊക്കെ വരും ഇതിനകത്തിൽ? 35 35 കഴിഞ്ഞാൽ പിന്നെ അടുത്ത വരുന്ന 17ൻ്റെ മൾട്ടിപ്പിൾ 17 3 51, 17 4 68, പിന്നെ വീണ്ടും 17 75. ഞാൻ പറയുന്നതല്ലേ എഴുതുന്നത് അല്ലേ? 75 അല്ലേ, 85. 68 10 78 7 85. അപ്പോൾ 51 68 85 അപ് ടു 289 വരെ. അപ്പോൾ ഇവിടെ നമുക്ക് ഈ ഇക്വേഷൻ ഉപയോഗിച്ച് n കണ്ടുപിടിക്കാമല്ലോ. സോ n ഈസ് ഈക്വൽ ടു അവസാന പദം 289 മൈനസ് ആദ്യ പദം 51 ഡിവൈഡഡ് ബൈ പൊതുവ്യത്യാസം എത്ര? ഇവിടെ കോമൺ ഡിഫറൻസ് 17 ആണ്, പ്ലസ് 1. അപ്പോൾ 289 51 കുറച്ചാൽ നമുക്ക് 238 കിട്ടും. ഡിവൈഡഡ് ബൈ 17 പ്ലസ് 1. 238 17 കൊണ്ട് ഹരിച്ചാൽ 14 കിട്ടും. 14 പ്ലസ് 1 15. അപ്പോൾ ഇത് രണ്ടും കിട്ടി. ഏതൊക്കെ കിട്ടി? ഡിവിസിബിൾ ബൈ 5 51 നമ്പറുണ്ട്. ഡിവിസിബിൾ ബൈ 17 15 നമ്പറുണ്ട്. ഇനി നമുക്ക് അടുത്തത് കണ്ടുപിടിക്കേണ്ടത് എന്താ? ഡിവിസിബിൾ ബൈ 18. ഡിവിസിബിൾ ബൈ 18 അല്ലല്ലോ, 85. 2 കൊണ്ടും ഹരിക്കാൻ പറ്റുന്ന, 17 കൊണ്ടും 5 കൊണ്ടും ഹരിക്കാൻ പറ്റുന്ന എത്രയാണ്? 85. അപ്പോൾ 85 കൊണ്ട് ഹരിക്കാൻ പറ്റുന്ന എത്ര നമ്പറുകളുണ്ട്? അത് ഇങ്ങനെ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല, കുറച്ചല്ലേ ഉള്ളൂ. ഒന്ന് 85, പിന്നെ 85ൻ്റെ അടുത്ത മൾട്ടിപ്പിൾ 170, പിന്നെ 17 8 7 255. ഇത് 3 എണ്ണം അല്ലേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. അപ്പോൾ അത് എത്ര എണ്ണം ഉണ്ടെന്ന് ചോദിച്ചാൽ 3 എണ്ണം. സോ നമുക്ക് കണ്ടുപിടിക്കേണ്ട എന്താ? ഡിവിസിബിൾ ബൈ എയ്തർ 5 or 17. ഈ എയ്തർ 5 or 17 എന്ന് പറഞ്ഞാൽ 5 കൊണ്ട് ഹരിക്കാൻ പറ്റുന്നത് വേണം, പ്ലസ് 17 കൊണ്ട് ഹരിക്കാൻ പറ്റുന്നത് വേണം, പക്ഷേ 2 കൊണ്ടും ഹരിക്കാൻ പറ്റുന്നത് വേണ്ട. അപ്പോൾ 17 കൊണ്ടും 5 കൊണ്ടും ഹരിക്കാൻ പറ്റുന്നത് കുറച്ച് കളയണം. അപ്പം 5 കൊണ്ട് ഹരിക്കാൻ പറ്റുന്നത് 51. സെക്കൻഡേ, വേറൊരു കളർ എടുക്കാം. നല്ല പച്ച കളർ. സോ 51. അപ്പം 5 കൊണ്ട് ഹരിക്കാൻ പറ്റുന്നത് 51, 17 കൊണ്ട് ഹരിക്കാൻ പറ്റുന്നത് 17, ഇനി 85 കൊണ്ട് ഹരിക്കാൻ പറ്റുന്നത് 3. അത് കുറയ്ക്കണം. അപ്പോൾ 51ഉം 17ഉം കൂടെ കൂട്ടി 68 കിട്ടും. 68 17 അല്ലല്ലോ, 15 അല്ലേ? ഞാൻ ഇവിടെ നോക്കി ഏതൊക്കെ എഴുതുന്നേ? ഒരു ബോധവും ഇല്ലാത്തൊരു സാറായി പോയല്ലോ നിങ്ങളുടെ. മക്കളെ ഇവിടെ നോക്ക്. 5 കൊണ്ട് ഹരിക്കാൻ പറ്റുന്ന 51 പ്ലസ് 17 കൊണ്ട് ഹരിക്കാൻ പറ്റുന്ന 15 മൈനസ് 2ൻ്റെയും ഹരിക്കാൻ പറ്റുന്ന 85 കൊണ്ട് ഹരിക്കാൻ പറ്റുന്നത് 3. അപ്പോൾ 51ഉം 15ഉം 66 മൈനസ് 3 എത്ര കിട്ടും? 63 എന്ന് നമുക്ക് ആൻസർ കിട്ടും. 63 ഉണ്ടോ? ഉണ്ട്. ഓപ്ഷൻ ബി കണ്ടോ? ഓപ്ഷൻ ബി. യെസ്. സോ അടുത്ത ചോദ്യം നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 3. വിച്ച് ഓഫ് ദ ഫോളോയിങ് പോളിനോമിയൽ ഈസ് ഡിവിസിബിൾ ബൈ x-3? ഒന്നുമില്ല. x-3 കൊണ്ട് നിങ്ങൾക്ക് ഇതിനെ ഹരിക്കണം. x-3 കൊണ്ട് നിങ്ങൾക്ക് ഈ പോളിനോമിയലിനെ എന്ത് ചെയ്യണം? ഹരിക്കണം. x-3 കൊണ്ട് ഇത് ഡിവിസിബിൾ ആണോ നോക്കണമെങ്കിൽ ഇത്രയും മാത്രം നിങ്ങൾ ചെയ്താൽ മതി. x-3 കൊണ്ട് ഡിവിസിബിൾ ആവണമെങ്കിൽ എക്സിൻ്റെ വാല്യൂ നിങ്ങൾ 3 ആയിട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഏതിനാണ് ഇത് 3 ആയിട്ട് ഇട്ട് കൊടുത്താൽ സാറ്റിസ്ഫൈഡ് ആവുന്നത് നോക്കുക. അത്രയേ ഉള്ളൂ. 0 കിട്ടണം അല്ലേ? അപ്പോൾ അവിടെ നിങ്ങൾ ഈ 3x³ മൈനസ് 6x² മൈനസ് 5x മൈനസ് 12 അല്ലേ? അവിടെ ഏതിനാണ് അത് 0 വരുന്നത് നോക്കിയാൽ മതി. അപ്പോൾ നമുക്ക് ഇതിനിട്ട് കൊടുക്കാം. ഇതാണ് ആൻസർ വരുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 3 × x³ എന്ന് പറയുമ്പോൾ 3³ മൈനസ് 6 × 3² മൈനസ് 5 × 3 മൈനസ് 12. അപ്പോൾ 3ൻ്റെ ക്യൂബ് 27 വേണമെങ്കിൽ എഴുതാം. 3 × 27 മൈനസ് 6 × 3ൻ്റെ സ്ക്വയർ 9 മൈനസ് 15 മൈനസ് 12. അപ്പോൾ 27 × 3 81 മൈനസ് 54 മൈനസ് 15 മൈനസ് 12.
സോ 81 മൈനസ് 54 27 കൂട്ടുമ്പോൾ വീണ്ടും 81 കിട്ടും. സോ 81 മൈനസ് 81 0. അപ്പോൾ എക്സ് മൈനസ് 3 കൊണ്ട് ഡിവിസിബിൾ ആവുമെങ്കിൽ എക്സിൻ്റെ വാല്യൂ 3 എടുത്തിട്ട് കൊടുക്കുക. അപ്പോൾ ഏതിനാണോ 0 കിട്ടുന്നത് ആ ഓപ്ഷൻ ആയിരിക്കും നിങ്ങളുടെ ആൻസർ. സോ ആൻസർ എത്രയാണ്? ഓപ്ഷൻ ഡി. അത്രയേ ഉള്ളൂ. അടുത്ത ചോദ്യം. എ റെക്ടാങ്കിൾ ഷീറ്റ് of aluminum foil is 66 centimeter long and 25 centimeter wide. അല്ലേ? അപ്പോൾ 66 സെൻറ്റിമീറ്റർ നീളവും 25 സെൻറ്റിമീറ്റർ വീതിയുമുള്ള ഒരു ഷീറ്റ്. എ സിലിണ്ടർ ഈസ് മെയ്ഡ് ഔട്ട് ഓഫ് ഇറ്റ്. ഇതിൽ നിന്നൊരു സിലിണ്ടർ ഉണ്ടാക്കി. അപ്പോൾ ഇത് 66, ഇത് 25. ഇതിൽ നിന്നൊരു സിലിണ്ടർ നമ്മൾ ഉണ്ടാക്കി. 25 സെൻറ്റിമീറ്റർ വൈഡ്. എ സിലിണ്ടർ ഈസ് മെയ്ഡ് ഔട്ട് ഓഫ് ഇറ്റ് ബൈ റോളിംഗ് എലോങ് ഇറ്റ്സ് ലെങ്ത്. അപ്പോൾ ലെങ്തിൻ്റെ സൈഡിലേക്കാണത് റോൾ ചെയ്യുന്നത്. ലെങ്തിൻ്റെ സൈഡിലേക്ക് റോൾ ചെയ്യുക എന്ന് പറയുമ്പോൾ ഈ നീളം, ഇപ്പോൾ ഇതാണ് ലെങ്ത് എന്ന് പറയുന്നത്. അപ്പോൾ ലെങ്തിൻ്റെ സൈഡിലേക്ക് റോൾ ചെയ്യുമ്പോൾ ഈ നീളമായിരിക്കും നമ്മളുടെ സർക്കംഫറൻസ്. അതിൻ്റെ ആ സർക്കിളിൻ്റെ സർക്കംഫറൻസ് എന്ന് പറയുന്നത്. ഏത് സിലിണ്ടർ എന്ന് പറയുമ്പോൾ നമുക്കറിയാമല്ലോ, ഒരു ഗോളമല്ലല്ലോ, ഒരു പൈപ്പ്. നിങ്ങളൊരു മനസ്സിലൊരു പൈപ്പ് ചിന്തിക്കുക, അല്ലെങ്കിൽ ഒരു കുട്ടുകുറ്റിയോ, അല്ലെങ്കിൽ ഇതേപോലെ ഒരു സാധനം ഇത് നിങ്ങൾ ചിന്തിക്കുക. ഇത് നേരത്തെ നിവർന്നിരിക്കുന്ന ഒരു പേപ്പറായിരുന്നു എന്ന് വിചാരിക്കുക. ആ പേപ്പർ ചുരുട്ടി ഇത് ഉണ്ടാക്കുന്നു. അപ്പോൾ ആ പേപ്പർ നിവർന്നിരുന്ന സമയത്ത് അതിൻ്റെ ലെങ്ത് വശമാണ് നമ്മൾ ചുരുക്കുന്നത്. അപ്പോൾ ആ പേപ്പറിൻ്റെ നീളമായിരിക്കത്തില്ല ഈ ചുരുട്ടി വെച്ചേക്കുന്ന ഈ സാധനം, ഈ സർക്കിൾ എന്ന് പറയുന്നത്, അല്ലേ? അപ്പോൾ ഇതെന്ന് പറയുന്നത് അതിൻ്റെ സർക്കംഫറൻസ് ആയിരിക്കും, അല്ലേ? അപ്പോൾ സർക്കംഫറൻസ് എന്ന് പറഞ്ഞാൽ എന്താ? 2πr അല്ലേ? 2πr ഈസ് ഈക്വൽ ടു 66 എന്ന് പറയുമ്പോൾ 2 ഇൻറ്റു പൈക്ക് വരെ നമുക്ക് 22/7 എടുക്കാം. ഇൻറ്റു 6 ഇസ് ഈക്വൽ ടു 66. അപ്പോൾ R ഈസ് ഈക്വൽ ടു 66 ഇൻറ്റു 7/44 എന്ന് വരും. കാരണം ഈ 22 ഇൻറ്റു 2 44 അത് ഇവിടെ വരുമ്പോൾ അത് ഹരിക്കുന്നു. വേണമെങ്കിൽ ഞാനൊരു സ്റ്റെപ്പ് കൂടെ എഴുതി കാണിച്ചു തരാം, അത് നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ. 22 ഇൻറ്റു 2 44/7 ഇൻറ്റു R ഈസ് ഈക്വൽ ടു 66 എന്ന് എഴുതാമല്ലോ, എഴുതാം. അപ്പോൾ R ഈസ് ഈക്വൽ ടു 66 ഇൻറ്റു 7 ഡിവൈഡഡ് ബൈ 44. കാരണം 44/7 അപ്പുറത്ത് പോകുമ്പോൾ തിരിച്ചിട്ട് ഗുണിക്കണം. അപ്പോൾ നമുക്ക് എത്ര കിട്ടി? ഇത് നമ്മൾ സോൾവ് ചെയ്യുക. ഇത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് 11 6 4 2 സോ 21/2 എന്ന് കിട്ടും. സോ നമുക്ക് റേഡിയസ് ഈസ് ഈക്വൽ ടു 21/2 എന്ന് കിട്ടി. റേഡിയസ് കിട്ടി. എന്തോ കണ്ടുപിടിക്കണ്ടേ? വാട്ട് വിൽ ബി ദ വോളിയം ഓഫ് ദ സിലിണ്ടർ? വോളിയം ഓഫ് ദ സിലിണ്ടർ എങ്ങനെ കണ്ടുപിടിക്കുക? πr² h അല്ലേ? പൈ എന്ന് പറഞ്ഞാൽ 22/7, R എന്ന് പറഞ്ഞാൽ 21/2. വേണമെങ്കിൽ നിങ്ങൾക്ക് 10 എടുക്കാം കേട്ടോ. ഞാനിവിടെ 21/2 ഇൻറ്റു 21/2 എടുക്കുന്നു. സ്ക്വയർ അല്ലേ? ആറിൻ്റെ സ്ക്വയർ, ഒരു സംഖ്യയുടെ സ്ക്വയർ എന്ന് പറയുമ്പോൾ ആ സംഖ്യ അതുകൊണ്ട് തന്നെ ഗുണിക്കുക. സോ 21/2നെ ഒന്നുകൂടെ 21/2 കൊണ്ട് ഗുണിച്ചു. അപ്പോൾ ഇതിൻ്റെ ഹൈറ്റ് എന്ന് പറയുമ്പോൾ, ഇപ്പോൾ ഇത് ഇങ്ങോട്ടാണ്, ഇത് ചുരുട്ടി ഇങ്ങോട്ടാണ് എടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഈ ഹൈറ്റ് ഇതായിരിക്കത്തില്ലേ ഇതിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത്? സോ 25. അപ്പോൾ നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ 11 കിട്ടും. ഇവിടെ 2 കട്ട് ചെയ്ത് പോവും. ഇവിടെ 3. അപ്പോൾ 11 ഇൻറ്റു 3 ഇൻറ്റു 21 ഇൻറ്റു 25 ഡിവൈഡഡ് ബൈ 2 എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് 11 ഇൻറ്റു 3 33, 21 ഇൻറ്റു 2 25. ഇതെല്ലാം കൂടെ സോൾവ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് 8662.5 എന്ന് കിട്ടും. 8662.5. ഓപ്ഷൻ ബി. യെസ്, ഓപ്ഷൻ ബി. അടുത്ത ചോദ്യം നോക്കാം മക്കളെ. ദ വാല്യൂ ഓഫ് sin 60 + θ മൈനസ് cos 30 - θ ഈസ് ഈക്വൽ ടു. അപ്പോൾ നിങ്ങൾ ആദ്യം മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം, ഈ sin θ എന്ന് പറഞ്ഞാൽ cos 90 - θ ആയിരിക്കും. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഉദാഹരണത്തിന് sin 20 എന്ന് വിചാരിച്ചു. sin 20 ഈസ് ഈക്വൽ ടു cos 90 - 20 ആയിരിക്കും. എന്ന് പറഞ്ഞാൽ sin 20ക്ക് ഈക്വൽ ആയിരിക്കും എന്ത്? cos 70. സോ ഈ ഒരു റൂൾ ഓർത്തിരുന്നാൽ മതി. അപ്പോൾ sin 20 ഈസ് ഈക്വൽ ടു cos 70. അതായത് ഇത് തമ്മിൽ കൂട്ടുമ്പോൾ 90 കിട്ടണം, അത്രേ ഉള്ളൂ. സൈൻ്റെ ഒരു വാല്യൂ കോസിൻ്റെ ഒരു വാല്യൂവും കൂടി കൂട്ടുമ്പോൾ 90 കിട്ടുമെങ്കിൽ അത് നമ്മൾ ഈക്വൽ ആയിരിക്കും. അതായത് ഇപ്പോൾ sin 10 cos 80. sin 10 എന്ന് പറയുന്നത് cos 80 ആയിരിക്കും, അത്രേ ഉള്ളൂ.
അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്തുവാ? ഇവിടെ ഈ സൈൻ 60 പ്ലസ് തീറ്റ അല്ലേ, സൈൻ 60 പ്ലസ് തീറ്റ മൈനസ് കോസ് 30 മൈനസ് തീറ്റ. അപ്പോൾ ഈ സൈൻ 60 പ്ലസ് തീറ്റ എന്ന് പറഞ്ഞാൽ എന്തുവാ? സൈൻ 60 പ്ലസ് തീറ്റ, സൈൻ 60 പ്ലസ് തീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കതിനെ എങ്ങനെ എഴുതാം? സൈൻ 60 പ്ലസ് തീറ്റ എന്ന് പറഞ്ഞാൽ എങ്ങനെ എഴുതാം നമുക്ക്? കോസ് 90 മൈനസ് 60 പ്ലസ് തീറ്റ അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം അതിനെ? ഇതിനെ നമുക്ക് വിച്ച് ഈസ് ഈക്വൽ ടു കോസ് 90 മൈനസ് 60 എത്ര? 90 മൈനസ് 60 എത്ര കിട്ടും നമുക്ക്? 30 അല്ലേ. സോറി കോസ് 30 പിന്നെ ഈ മൈനസ് അകത്തോട്ട് വരും മൈനസ് തീറ്റ. ഇതെൻ്റെ 0 തീറ്റയാണ് കേട്ടോ. സോ സൈൻ 60 പ്ലസ് തീറ്റ എന്ന് പറയുമ്പോൾ എന്താണ്? കോസ് 30 മൈനസ് തീറ്റ അല്ലേ. അപ്പോൾ ഈ സൈൻ 60 പ്ലസ് തീറ്റയ്ക്ക് ഈക്വൽ ആണ് കോസ് 30 മൈനസ് തീറ്റ. കണ്ടുപിടിക്കേണ്ടത് എന്തുവാ? സൈൻ 60 പ്ലസ് തീറ്റ മൈനസ് കോസ് 30 മൈനസ് തീറ്റ. അപ്പോൾ ഈ സൈൻ 60 പ്ലസ് തീറ്റയ്ക്ക് പകരം നമുക്ക് എന്തെഴുതാം? സൈൻ 60 പ്ലസ് തീറ്റയ്ക്ക് പകരം നമുക്ക് കോസ് 30 മൈനസ് തീറ്റ എന്ന് എഴുതാം, മൈനസ് കോസ് 30 മൈനസ് തീറ്റ അല്ലേ. ഒരു സാധനം തന്നെയല്ലേ രണ്ടിടത്തും വന്നേക്കുന്നത്, ഒന്നിൽ നിന്ന് ഒന്ന്. അപ്പോൾ 5 നിന്ന് 5 കുറച്ചാൽ 0 എന്ന് പറയുന്ന പോലെ കോസ് 30 മൈനസ് തീറ്റയിൽ നിന്ന് കോസ് 30 മൈനസ് തീറ്റ കുറച്ചാൽ എന്ത് കിട്ടും? 0 കിട്ടും. സോ ആൻസർ എത്രയാണ്? 0. ശരിയാണോ? യെസ്, ഇത്രയേ ഉള്ളൂ. അടുത്ത ചോദ്യം. രതീഷ് ടേക്സ് 3 hours to type 24 pages. ഷെമിക് നല്ല പേര് take 9 hours to type 45 pages. In how many hours they will type 351 pages together? So Radish take 3 hours to type 24 pages and Shemik take 9 hours to type 45 pages. In how many hours will they type 351 pages together? നമുക്ക് രതീഷിന് 3 മണിക്കൂർ വേണം 24 പേജ് ടൈപ്പ് ചെയ്യാൻ. അപ്പം 1 മണിക്കൂറിൽ ഇപ്പം നമുക്ക് ആരൊക്കെയാണ് നമ്മുടെ കഥാപാത്രങ്ങൾ? രതീഷും ഷെമിക്കും. ഇവർക്ക് 3 മണിക്കൂർ വേണം. രതീഷിന് 3 മണിക്കൂർ വേണം 24 പേജിന്. ഷെമിക്കിന് 9 മണിക്കൂർ വേണം 45 പേജിന്. അപ്പോൾ 1 മണിക്കൂറിൽ ഇവൻ എത്ര പേജ് ടൈപ്പ് ചെയ്യും? ഇവർ ഓരോരുത്തരും. ഇവൻ 1 മണിക്കൂറിൽ എത്ര ആയിരിക്കും? 3 മണിക്കൂറിൽ 24 ആണ്, 1 മണിക്കൂറിൽ 8 ആയിരിക്കത്തില്ലേ? 9 മണിക്കൂറിൽ 45 ആണെങ്കിൽ 1 മണിക്കൂറിൽ 45/9 5 ആയിരിക്കത്തില്ലേ? ആയിരിക്കും. അപ്പോൾ ഇവന്മാർ രണ്ടുപേരും കൂടെ എത്ര ആയിരിക്കും? 13 ആയിരിക്കത്തില്ലേ? 1 മണിക്കൂറിൽ രാവിലെ 10 മണി മുതൽ 11 മണി വരെ ഒരുത്തൻ ഒരു കമ്പ്യൂട്ടറിന് മുമ്പിൽ, വേറൊരുത്തൻ വേറൊരു കമ്പ്യൂട്ടറിന് മുമ്പിൽ. അപ്പോൾ 2 പേരും കൂടി ഒരുത്തൻ 8 പേജ് ടൈപ്പ് ചെയ്യും, വേറൊരുത്തൻ 5 പേര്. അപ്പോൾ 8 5 13 പേജ് അല്ലേ. ഇനി മൊത്തത്തിൽ എത്ര പേജാവുള്ളത്? ഇൻ ഹൗ മെനി അവേഴ്സ് വിൽ ദേ ടൈപ്പ് 351 പേജസ് ടുഗദർ? നമുക്ക് ആകെ ടൈപ്പ് ചെയ്യാനുള്ളത് 351 പേജാണ്. 1 മണിക്കൂറിൽ ഉമ്മാർ 2 പേരുടെ 13 പേജ് ടൈപ്പ് ചെയ്യും. അപ്പോൾ എത്ര കിട്ടും? 351 ഡിവൈഡഡ് ബൈ 13. 351 ഡിവൈഡഡ് ബൈ 13 എന്ന് പറയുമ്പോൾ നമുക്ക് 27 ആൻസർ കിട്ടും. 27 hours. ഓപ്ഷൻ സി 27 hours. ശരിയാണോ? യെസ്. അടുത്ത ചോദ്യം. p² മൈനസ് 3p പ്ലസ് 2 ഇസ് ഈക്വൽ ടു 0. അപ്പം ഇതൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷനാണ്. ക്വാഡ്രാറ്റിക് ഇക്വേഷന് നമുക്ക് സോൾവ് ചെയ്യണം. അപ്പോൾ നമുക്ക് പിയുടെ വാല്യൂ കിട്ടും. അപ്പോൾ തന്നിരിക്കുന്ന ഇക്വേഷൻ എന്താ? p² മൈനസ് 3p പ്ലസ് 2 ഈസ് ഈക്വൽ ടു 0. അപ്പോൾ നിങ്ങളിവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ സാധനം ഉണ്ടല്ലോ, ഇത് നിങ്ങൾ സം ആയിട്ട് എടുക്കണം. സം. ഈ സാധനം ഉണ്ടല്ലോ, ഇത് നിങ്ങൾ പ്രോഡക്റ്റ് ആയിട്ട് എടുക്കണം. പ്രോഡക്റ്റ്. വേറൊരു കാര്യം ശ്രദ്ധിച്ചോണം, x² കോഎഫിഷ്യൻ്റ് എത്രയാണെന്ന് നോക്കിക്കോണം. ഇവിടെ x² കോഎഫിഷ്യൻ്റ് 1 ആണ്. അങ്ങനെയാണെങ്കിൽ ആ 1നെ നമ്മൾ ഈ 2 കൊണ്ട് ഗുണിച്ചേക്കണം. ഇവിടെ ഇപ്പോൾ ഇവിടെ ആ ഒരു പോയിന്റ് നിങ്ങൾ നോക്കുകയേ വേണ്ട. ഇപ്പം 2p² മൈനസ് 3p എന്ന് പറഞ്ഞെങ്കിൽ മാത്രം നിങ്ങളത് നോക്കിയാൽ മതി. ഇവിടെ x² കോഎഫിഷ്യൻ്റ് അല്ലെ p² കോഎഫിഷ്യൻ്റ് എന്ന് പറയുന്നത് 1 ആണെങ്കിൽ നിങ്ങൾ ഈ ഒരു സ്റ്റെപ്പ്, ഇപ്പോൾ പറയാൻ പോകുന്ന സ്റ്റെപ്പ് നിങ്ങൾ കംപ്ലീറ്റ്ലി സ്കിപ്പ് ചെയ്യാം. അപ്പോൾ ഇവിടെ സപ്പോസ് ഇപ്പോൾ ഇങ്ങനെ വന്നു, 2p² പ്ലസ് 5p മൈനസ് 7 ഈസ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഈ 2നെ ഈ 7 കൊണ്ട് ഗുണിക്കണം. സം പ്രോഡക്റ്റ് എന്ന് പറയുന്നത് 14 ആയിട്ട് വേണം നിങ്ങൾ എടുക്കാൻ. അത്രയേ ഉള്ളൂ.
അത്രയേ ഉള്ളൂ. ഇവിടെ ഇപ്പം അതിൻ്റെ ആവശ്യമില്ല. ഓക്കെ, ഇനി നമ്മൾ നോക്കേണ്ടത് നമുക്ക് 2 സംഖ്യകൾ വേണം. കൂട്ടിയാൽ -3 സമ്മ് -3 പ്രോഡക്റ്റ് +2 കിട്ടുന്ന 2 നമ്പർ വേണം. ഏതൊക്കെയാണ് നമ്പർ? കൂട്ടിയാൽ എന്ത് കിട്ടണം? കൂട്ടിയാൽ നമുക്ക് -3 കിട്ടണം. എന്നാൽ കുറച്ചാൽ നമുക്ക് എന്ത് കിട്ടണം? കുറച്ചാൽ നമുക്ക് എന്ത് കിട്ടുകയും വേണം? കുറച്ചാലല്ല, കൂട്ടിയാൽ സം എന്ന് പറയുന്നത് -3ഉം പ്രോഡക്റ്റ് എന്ന് പറയുന്നത് +2ഉം കിട്ടണം. അപ്പോൾ സമ്മ് -3 കിട്ടണം. ഏതൊക്കെ 2 സംഖ്യകളായിരിക്കും? -2ഉം -1ഉം. കൂട്ടിയാൽ -3 കിട്ടും. പ്രോഡക്റ്റ് -2 ഇൻറ്റു -1 എന്ത് കിട്ടും? 2 കിട്ടുകയും ചെയ്യും. അപ്പോൾ നമുക്ക് സമ്മും പ്രോഡക്റ്റും കിട്ടും. ഇതിൻ്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ, x-2ഉം x-1ഉം എന്നാണ്. അപ്പോൾ x-2 ഇതിൻ്റെ ഫാക്ടറാണ്. x-2 = 0 എന്നാണ് നമുക്ക് കിട്ടുക. അപ്പോൾ x-1 2 ആണ്, x-2 എന്ന് പറയുന്നത് 0 ആണ്, അതുപോലെ x-1 എന്ന് പറയുന്നത് 0 ആണ്. x-2 0 ആണെങ്കിൽ x എന്ന് പറയുന്നത് 2 ആയിരിക്കത്തില്ലേ? അതൊക്കെ വിട്, അതൊക്കെ പോകാൻ പറ. നിങ്ങൾ ഇത്രയും മാത്രം ഓർത്താൽ മതി. നിങ്ങൾക്ക് 2 നമ്പർ കിട്ടിയോ? ഏതൊക്കെ? സമ്മും പ്രോഡക്റ്റും. സമ്മ് -3ഉം പ്രോഡക്റ്റ് 2ഉം കിട്ടുന്ന 2 നമ്പറുകൾ ഏതൊക്കെയാണ്? -2ഉം -1ഉം. അപ്പോൾ നിങ്ങൾ അത് എഴുതുക, -2 -1. എന്നിട്ട് അടുത്ത സ്റ്റെപ്പിൽ എന്ത് ചെയ്യണം? ഇതിൻ്റെ സൈൻ നേരെ റിവേഴ്സ് ചെയ്യുക. -2 ആണെങ്കിൽ എന്താക്കുക? +2 ആക്കുക. -1 ആണെങ്കിൽ +1 ആക്കുക. അപ്പോൾ മൈനസ് ആണെങ്കിൽ പ്ലസ് ആക്കുക, പ്ലസ് ആണെങ്കിൽ മൈനസ് ആക്കുക. അതിൻ്റെ അർത്ഥം അത് നേരത്തെ പറഞ്ഞാൽ x-2 0 ആണെങ്കിൽ x 2 ആയിരിക്കും, x-1 0 ആണെങ്കിൽ x 1 ആയിരിക്കും. ഇത്രയാണ്, അതാണ് അവിടെ സംഭവിക്കുന്നത്. നിങ്ങൾ അതൊക്കെ വിട്ടേരെ. ഇവിടെ നിങ്ങൾക്ക് കിട്ടിയ 2 റൂട്ട് ഉണ്ടല്ലോ, അതിൻ്റെ സൈൻ അങ്ങ് ചേഞ്ച് ചെയ്യുക, ഇൻ്റർചേഞ്ച് ചെയ്യുക. അപ്പോൾ മൈനസ് ആണെങ്കിൽ പ്ലസ് ആക്കുക, പ്ലസ് ആണെങ്കിൽ മൈനസ് ആക്കുക. സോ എക്സിൻ്റെ വാല്യൂ ഏതൊക്കെ ആയിരിക്കും? 2ഉം 1ഉം ആയിരിക്കും. 2ഉം 1ഉം ആയിരിക്കും എക്സിൻ്റെ വാല്യൂ. ഇനി ഈ വാല്യൂ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മതി. ഇവിടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ എന്താ പറഞ്ഞിരിക്കുന്നത് ഇവിടെ? ദെൻ ദ വാല്യൂ ഓഫ് പി ഈസ്. അപ്പോൾ ആദ്യം നമ്മൾ പിക്ക് പകരം 2 ഇടുകയാണ്. ഇവിടെ എക്സ് അല്ല, പി. പിക്ക് പകരം നമ്മൾ 2 ഇട്ട് കൊടുക്കുകയെന്ന് വിചാരിച്ചു. അപ്പോൾ p² - p. p² - p എന്ന് പറയുമ്പോൾ 2² - 2. 2² എത്ര? 4. 4 - 2 എത്ര കിട്ടും? 2. അപ്പോൾ ഒരു വാല്യൂ 2 കിട്ടി. ഇനി പിക്ക് ഞാൻ 1 ഇട്ട് കൊടുക്കുക. അപ്പോൾ 1² - 1. 1² 1, 1 - 1 0. അപ്പോൾ ഏതൊക്കെ വരാം? 2ഉം 0ഉം വരാം. അപ്പോൾ പിക്ക് വരാൻ സാധ്യതയുള്ള വാല്യൂ ഏതൊക്കെയാണ്? 2ഉം 0ഉം. ഓപ്ഷൻ എ ശരിയാണോ? യെസ്. അടുത്ത ചോദ്യം. A shopkeeper sells sugar in such a way that he is selling the price. A shopkeeper sells sugar in such a way that the selling price is 950 gram is the same as the cost price of 1 kg. അപ്പോൾ അയാളുടെ കോസ്റ്റ് പ്രൈസ് അയാൾ സെല്ല് ചെയ്യുന്നത് 950-നാണ്. അപ്പം അയാളുടെ എന്താണ്? ഷോപ്പ് കീപ്പർ sells the sugar in way that the selling price of 950 gram is same as the cost price of 1 kg. അതായത് 1 കിലോ സാധനം 950 രൂപയ്ക്ക് അയാൾക്ക് ലഭിക്കുന്നുണ്ടെങ്കിൽ അയാൾ അത് 1 കിലോ സാധനം വിൽക്കുമ്പോൾ അയാളുടെ കോസ്റ്റ് പ്രൈസ് എത്രയേ ചിലവാകുന്നുള്ളൂ? 950. സപ്പോസ് അയാൾ കോസ്റ്റ് പ്രൈസിൽ തന്നെ വിൽക്കുന്നു വേണമെങ്കിൽ നിങ്ങൾ വിചാരിച്ചു. അയാൾ എന്താ ചെയ്യുന്നത്? 1 കിലോ സാധനം വിൽക്കുന്നു. 1 കിലോ സാധനം എന്താ? ഷോപ്പ് കീപ്പർ സെൽസ് ഷുഗർ ഇൻ സച്ച് എ വേ ദാറ്റ് സെല്ലിംഗ് പ്രൈസ് ഓഫ് 950 gram ഈസ് ദ സെയിം ആസ് കോസ്റ്റ് പ്രൈസ് ഓഫ് 1 kg. അല്ലേ? അപ്പോൾ 950 കൊടുക്കുന്നുള്ളൂ, 950 സാധനമേ പോകുന്നുള്ളൂ. പക്ഷേ കസ്റ്റമറിൻ്റെ കയ്യിൽ നിന്ന് 1000 വാങ്ങിക്കുന്നുണ്ട്. സോ ഇത് അയാളുടെ കോസ്റ്റ് പ്രൈസും ഇത് അയാളുടെ സെല്ലിംഗ് പ്രൈസും ആയിരിക്കും. അപ്പോൾ എത്ര രൂപ ലാഭം കിട്ടും അയാൾക്ക്? 50 രൂപ ലാഭം കിട്ടും. കണ്ടുപിടിക്കേണ്ട എന്താ? പ്രോഫിറ്റ് പെർസെൻറ്റേജ്. പ്രോഫിറ്റ് പെർസെൻറ്റേജ് എങ്ങനെ കണ്ടുപിടിക്കുക? പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ കോസ്റ്റ് പ്രൈസ് ഇൻറ്റു 100. പ്രോഫിറ്റ് എത്ര? 50. കോസ്റ്റ് പ്രൈസ് എത്ര? 950 ഇൻറ്റു 100 അല്ലേ? അപ്പോൾ നമുക്ക് 1/19 ഇൻറ്റു 100 എന്ന് കിട്ടും. എന്ന് പറയുമ്പോൾ 100 ഡിവൈഡഡ് ബൈ 19% എന്ന് കിട്ടും. സോ 100 ഡിവൈഡഡ് ബൈ 19% ഉണ്ടോ? യെസ്. ഓപ്ഷൻ സി. ഓപ്ഷൻ സി. ഇത്രേ ഉള്ളൂ. 950 ചിലവാകുന്നു, 1000 കിട്ടുന്നു. ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ എത്ര കിട്ടും നമുക്ക്? 100/19% എന്ന് കിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം.
The average age of 35 students in a class is 16 years. The average age of 21 students is 14 years. What is the average age of remaining 14 students? അല്ലേ? അപ്പോൾ ആവറേജ് ഏജ് ഓഫ് 35 സ്റ്റുഡൻസ്, 35 കുട്ടികളുടെ ശരാശരി എന്ന് പറയുന്നത് 16 വയസ്സാണ്. അപ്പോൾ ഈ 35 കുട്ടികളുടെ തുക എത്ര ആയിരിക്കും? നമ്മൾ ആവറേജിനെ സംബന്ധിച്ച് രണ്ട് കാര്യങ്ങൾ ഓർത്ത് വെച്ചോണം. ആവറേജ് ഈസ് ഈക്വൽ ടു സം ഓഫ് ദ ക്വാണ്ടിറ്റീസ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഐറ്റംസ്. തുകയെ എണ്ണം കൊണ്ട് ഹരിച്ചാൽ എന്ത് കിട്ടും? നമുക്ക് ശരാശരി കിട്ടും. അതേപോലെ തുക എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ആവറേജ് ഇൻറ്റു നമ്പർ ആയിരിക്കും. അപ്പോൾ ഈ രണ്ട് പോയിന്റ് നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കണം. ഈ രണ്ട് കാര്യങ്ങൾ അവിടെ കിടക്കട്ടെ. ഇനി നമുക്ക് ചോദ്യത്തിലേക്ക് വരാം. ക്വസ്റ്റ്യനിൽ എന്താ പറയുന്നത്? ദി ആവറേജ് ഏജ് ഓഫ് 35 സ്റ്റുഡൻസ് ഇൻ എ ക്ലാസ് 16. അപ്പോൾ ഈ 35 പേരുടെ വയസ്സിൻ്റെ സം എത്ര ആയിരിക്കും? 35 സ്റ്റുഡൻസ് 16. അപ്പോൾ എത്രയാണ്? 35 ഇൻറ്റു 16 എത്ര കിട്ടും? നമുക്ക് 35 10 380 35 6 560. ഇനി എന്താ? ദി ആവറേജ് ഏജ് ഓഫ് 21 സ്റ്റുഡൻസ്. അതിനകത്ത് തന്നെ വീണ്ടും മൊത്തം 35 പേരാണ്. ആ 35 പേരുടെ ആവറേജ് എത്രയാണ്? 16 അപ്പോൾ നമ്മൾ അവരുടെ ടോട്ടൽ ഏജ് കണ്ടുപിടിച്ചു. 35 പേരുടെ സമ്മ് കണ്ടുപിടിച്ചു. 560 കിട്ടി. ഇനി അതിൽ 21 പേരുടെ പറഞ്ഞിട്ടുണ്ട്. 21 പേരുടേത് 14 പറഞ്ഞിട്ടുണ്ട് ആവറേജ്. അപ്പോൾ 21 പേരുടെ സമ്മ് എത്ര ആയിരിക്കും? 21 പേർക്ക് 14 പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 21 ഇൻറ്റു 14 210 42 84 210 294. അപ്പോൾ ബാക്കി വാട്ട് ഈസ് ദ റിമൈനിങ്? ഇപ്പം ആകെ 35 പേരല്ലേ ആകെ ഉള്ളത്. അതിൽ 21 പേര് പോയി കഴിഞ്ഞാൽ 21 പേരുടെ തന്നിട്ടുണ്ട്. ബാക്കി 14 പേരുടെ സമ്മ് എത്ര ആയിരിക്കും? ഇത് തമ്മിലുള്ള വ്യത്യാസമായിരിക്കത്തില്ലേ? 35 പേരുടെ തുക 560 21 പേരുടെ തുക 294 അപ്പോൾ അത് തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നതായിരിക്കത്തില്ലേ ബാക്കി 14 പേരുടെ? അത് എത്ര ആയിരിക്കും? 560 മൈനസ് 294. 560 മൈനസ് 294 എന്ന് പറയുമ്പോൾ എത്ര ആയിരിക്കും? 266. അപ്പോൾ 14 പേരുടെ തുക നമുക്കറിയാം, സം അറിയാം. 14 പേര്, അപ്പോൾ എന്നും അറിയാം. സോ സമ്മും അറിയാം, എന്നും അറിയാം, തുകയും അറിയാം, എണ്ണവും അറിയാം. ബാക്കി 14 പേരുടെ ശരാശരിയല്ലേ കണ്ടുപിടിക്കണ്ടേ? സോ ആവറേജ് ഈസ് ഈക്വൽ ടു സം ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഐറ്റംസ്. സം എത്ര? 266. നമ്പർ ഓഫ് ഐറ്റംസ് എന്നെത്ര? 14 അല്ലേ? 266 14 കൊണ്ട് ഹരിച്ചാൽ എത്ര കിട്ടും നമുക്ക്? 19. സോ ആൻസർ എത്ര? 19. 19 years. അടുത്ത ക്വസ്റ്റ്യൻ. A dishonest shopkeeper professes to sell goods at 10% profit and also uses a false weight of 950 grams for each kilogram. Find his gain percentage. ഒരു ഡിസോണസ്റ്റ് ഡീലർ. അപ്പോൾ ഡിസോണസ്റ്റ് ഡീലർ എന്ന് പറയുമ്പോൾ അയാൾ കള്ളത്തരം കാണിക്കും, ഉറപ്പാണ്. പ്രൊഫസസ് ടു സെൽ, പ്രൊഫസസ് എന്ന് പറഞ്ഞാൽ ക്ലെയിം എന്നാണ്, അവകാശവാദം. അയാൾ പറയുന്നു അയാൾ 10% ലാഭത്തിലാണ് സാധനങ്ങൾ വിൽക്കുന്നത്. ബട്ട് ഹി ഓൾസോ യൂസസ് എ ഫോൾസ് വെയ്റ്റ്. അയാളൊരു ഫോൾസ് വെയ്റ്റ്, ഒരു കള്ളത്തൂക്കം ഉപയോഗിക്കുന്നുണ്ട്. അത് ഉപയോഗിച്ചിട്ട് 950 ഗ്രാമിനാണ് അയാൾ വിൽക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത്രേ ഉള്ളൂ. ഇയാൾ 1000 ഗ്രാം എന്നും പറഞ്ഞ് നിങ്ങൾക്ക് തരുന്നത് എത്രയാണ്? 950 ഗ്രാമേ തരത്തുള്ളൂ. അതായത് സപ്പോസ് 1 ഗ്രാമിൻ്റെ കോസ്റ്റ് പ്രൈസ് 1 രൂപയാണെന്ന് നിങ്ങൾ വിചാരിച്ചാൽ 1000 ഗ്രാമിൻ്റെ കോസ്റ്റ് പ്രൈസ് എത്ര ആയിരിക്കും? ടോട്ടൽ കോസ്റ്റ് പ്രൈസ് 1000 രൂപ. പക്ഷെ നിങ്ങൾക്ക് 1000 ഗ്രാം തരുന്നില്ല. അയാൾ കള്ളത്തൂക്കമാണ്, ഫോൾസ് വെയിറ്റ് ആണ്, 950 ഗ്രാമേ തരുന്നുള്ളൂ. അപ്പോൾ അയാളുടെ ആക്ച്വൽ കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് 950 അല്ലേ? അപ്പോൾ ഇത് നിങ്ങൾക്ക് കോസ്റ്റ് പ്രൈസിൽ തന്നാൽ പോലും അയാൾക്ക് ലാഭമാണ്. പക്ഷേ ഈ കള്ളൻ എന്താ ചെയ്യുന്നത്? ടോട്ടൽ സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത് എത്ര ആയിരിക്കും? 10% ലാഭവും കൂടി എടുക്കുന്നുണ്ട്. അപ്പോൾ 1000ൻ്റെ 10% ലാഭം എന്ന് പറയുമ്പോൾ 100. അപ്പോൾ 1100 രൂപയ്ക്ക് ഈ സാധനം അയാൾ നിങ്ങൾക്ക് വിൽക്കുകയാണ് അല്ലേ? അപ്പോൾ അയാളുടെ കോസ്റ്റ് പ്രൈസ് 950, സെല്ലിംഗ് പ്രൈസ് 1100. അപ്പോൾ അയാൾക്ക് കിട്ടുന്ന ലാഭം എത്ര ആയിരിക്കും? അയാളുടെ പ്രോഫിറ്റ് എത്ര ആയിരിക്കും? പ്രോഫിറ്റ് ഈസ് ഈക്വൽ ടു 1100 മൈനസ് 950 എത്ര കിട്ടും? 150 രൂപ അയാൾക്ക് ലാഭം. 150 രൂപ അയാൾക്ക് ലാഭം. അപ്പോൾ ലാഭശതമാനം കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? പ്രോഫിറ്റ് പെർസെൻറ്റേജ് ഈസ് ഈക്വൽ ടു പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ കോസ്റ്റ് പ്രൈസ് ഇൻറ്റു 100. പ്രോഫിറ്റ് എത്ര മക്കളെ? 150. കോസ്റ്റ് പ്രൈസ് എത്ര?
കോസ്റ്റ് പ്രൈസ് എത്ര 1000 ആവുന്നുണ്ടോ ഇല്ല 950 ഇൻറ്റു 100 അല്ലേ. അപ്പോൾ ഇത് സോൾവ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് 3 19 300 ഡിവൈഡഡ് ബൈ 11 19 15 ഡിവൈഡഡ് ബൈ 15 ഡിവൈഡഡ് ബൈ 19 അത്രയും ശതമാനം 15 ആൻഡ് 15/19%. യെസ് 15 ആൻഡ് 15/19% എന്ന് നമുക്ക് ആൻസർ കിട്ടും. ഈ ക്വസ്റ്റ്യൻ നമുക്ക് മറ്റൊരു രീതിയിലും ചെയ്യാം മക്കളെ, വളരെ എളുപ്പമാണ്. ചോദ്യത്തിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? ഒരാൾ 10% ലാഭത്തിൽ ഒരു സാധനം വിൽക്കുന്നു അല്ലേ. എന്നിട്ട് അയാൾ എന്താ ചെയ്യുന്നത്? അയാൾ 1 കിലോയ്ക്ക് പകരം 950 ഗ്രാമേ നിങ്ങൾക്ക് തരുത്തുള്ളൂ. അങ്ങനാണെങ്കിൽ അയാൾക്ക് ഈ കച്ചവടത്തിൽ കിട്ടുന്ന ലാഭം എത്ര? അതായത് നമുക്കിത് 2 രീതിയിൽ ചെയ്യാം. ഒന്നൊരു ഷോർട്ട് കട്ട് ഉപയോഗിച്ചും ചെയ്യാം, അല്ലെങ്കിൽ അതിൻ്റെ പുറയിലുള്ള ആ ഒരു കോമൺ സെൻസ് ഉപയോഗിച്ച് നമുക്ക് ചെയ്യാം. സപ്പോസ് 100 ഗ്രാം സാധനമാണെന്ന് വിചാരിക്കാം. 100 ഗ്രാമിന് 100 രൂപയാണ് കോസ്റ്റ് പ്രൈസ് എന്ന് വിചാരിക്കാം. അപ്പം 100 ഗ്രാമിന് പകരം പക്ഷേ ഈ കള്ളം നമുക്ക് എത്രയേ തരത്തുള്ളൂ? 5% കുറച്ച്, അല്ലെങ്കിൽ 1000-ന് 950 കൊടുത്താൽ 100-ന് അവൻ എത്രയേ നമുക്ക് തരത്തുള്ളൂ? 95 തരത്തുള്ളൂ. എന്നിട്ട് നമ്മുടെ കയ്യിൽ നിന്ന് എത്ര മേടിക്കും? 110 മേടിക്കും, 10% ലാഭം. അപ്പം ഇത് അയാളുടെ സെല്ലിംഗ് പ്രൈസും ഇത് അവൻ്റെ കോസ്റ്റ് പ്രൈസും അല്ലേ. 100 അവന് ചിലവായില്ല. 100 രൂപയുടെ സാധനം കള്ളത്തൂക്കം ആയതുകൊണ്ട് 95 അയാൾക്ക് ചിലവായുള്ളൂ. പക്ഷെ നമുക്ക് നമ്മുടെ കയ്യിൽ നിന്ന് എത്ര മേടിച്ചു? 110 മേടിച്ചു. അപ്പോൾ അയാൾക്ക് കിട്ടുന്ന ലാഭം എത്ര? 95 ചിലവാക്കി 110 കിട്ടി. 95 ചിലവാക്കി 110 കിട്ടിയെന്ന് പറഞ്ഞാൽ 15 അയാളുടെ ലാഭം അല്ലേ. അപ്പോൾ നമ്മൾ പ്രോഫിറ്റ് പെർസെൻറ്റേജ് കണ്ടുപിടിക്കുന്നത് എങ്ങനെ? പ്രോഫിറ്റ് പെർസെൻറ്റേജ് ഈസ് ഈക്വൽ ടു പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ കോസ്റ്റ് പ്രൈസ് ഇൻറ്റു 100 അല്ലേ. ഇവിടെ പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ 15 ആണ്, കോസ്റ്റ് പ്രൈസ് എന്ന് പറഞ്ഞാൽ 95 ആണ്, ഇൻറ്റു 100. ഇത് കാൽക്കുലേറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് 15 ആൻഡ് 15/19% എന്ന് കിട്ടും. ഇനി അതല്ല, ഇതിന് വേണമെങ്കിൽ നമുക്കൊരു ഷോർട്ട് കട്ട് ഉപയോഗിച്ച് ചെയ്യാം. ഷോർട്ട് കട്ട് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഒരു ഇക്വേഷനാണ് P + Q ഡിവൈഡഡ് ബൈ 100 മൈനസ് Q ഇൻറ്റു 100. അപ്പോൾ P എന്താണെന്ന് ചോദിച്ചാൽ പ്രൈസിൽ കിട്ടുന്ന പ്രോഫിറ്റ് ആണ്. പ്രൈസിൽ കിട്ടുന്ന പ്രോഫിറ്റ് എന്ന് പറയുമ്പോൾ എത്രയാണ്? 10%. 10% എഴുതാൻ 10 എഴുതിയാൽ മതി. 10. ക്വാണ്ടിറ്റി കുറച്ച് കൊടുക്കുന്ന എത്ര ശതമാനം? 1000-ന് 950 കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ 1000-ന് 950 എന്ന് പറയുമ്പോൾ 100-ന് 95 കൊടുക്കത്തുള്ളൂ. അപ്പോൾ 5% കുറച്ച് കൊടുക്കുന്നു, അത്രയേ ഉള്ളൂ. സോ P + Q 10 + 5 ഡിവൈഡഡ് ബൈ 100 - 5 ഇൻറ്റു 100 അല്ലേ. 10 + 5 15, 100 - 5 95 ഇൻറ്റു 100 അല്ലേ. ഇവിടെ കിട്ടിയ അതേ ഇതല്ലേ നമുക്ക് കിട്ടിയത്, നോക്കിക്കേ, കണ്ടോ. അപ്പോൾ ഇവിടെയും നമുക്ക് സെയിം ആൻസർ തന്നെ കിട്ടും. 15 ആൻഡ് 15/19% എന്നുള്ള സെയിം ആൻസർ തന്നെ കിട്ടും. അപ്പോൾ ഇതിൽ ഏത് മെത്തേഡ് ഉപയോഗിച്ച് നിങ്ങൾക്കിത് പെട്ടെന്ന് ചെയ്യാം കേട്ടോ. ഇതിൽ രണ്ടിൽ ഏത് മെത്തേഡ് യൂസ് ചെയ്തിട്ടാണെങ്കിലും നമുക്ക് ചെയ്യാം. ഓക്കെ, സോ ഇന്നത്തെ ക്ലാസ് നമ്മൾ അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തി. അപ്പോൾ 10 ചോദ്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഇതേപോലെ കൂടുതൽ ക്ലാസ്സസ് വരുന്നുണ്ട്. അപ്പം പ്രാക്ടീസ് ചെയ്യുക, കഴിയുന്നത്ര ചോദ്യങ്ങളൊക്കെ ചെയ്യുക, എത്ര ചെയ്യാൻ പറ്റുമോ അത്രയും ചെയ്യുക. നല്ല ഒരു കോമ്പറ്റീഷനുള്ള ഒരു പരീക്ഷയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ഭാഗത്തുനിന്ന് ഒരു കോംപ്രമൈസ് ഉണ്ടാവരുത്. കഴിയുന്നത്ര ചോദ്യങ്ങളൊക്കെ ചെയ്ത് പഠിച്ച് നല്ല കോൺഫിഡൻ്റ് ആയിട്ട് തന്നെ എക്സാമിന് പോവുക. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് എന്തറിയാമെന്നുള്ളതിലല്ല കാര്യം, ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമാണ്, നിങ്ങൾക്ക് എന്തറിയാം എന്നുള്ളതിലല്ല കാര്യം, എത്ര വേഗത്തിൽ അത് നിങ്ങൾക്ക് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതിലാണ് കാര്യം. ഈ ജോലി കിട്ടുന്നവരൊന്നും അങ്ങ് ഭയങ്കര എക്സ്ട്രാ ബ്രില്യൻ്റ് ആയിട്ടുള്ളവരോ അല്ലെങ്കിൽ എക്സ്ട്രാ ഓർഡിനറി ടാലൻ്റ് ആയിട്ടുള്ളവരോ ഒന്നുമല്ല. അപ്പോൾ ആർക്കാണ് ജോലി കിട്ടുന്നത് അല്ലെങ്കിൽ ആർക്കാണ് പ്ലേസ്മെൻറ്റ് കിട്ടുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും, നിങ്ങൾക്ക് കിട്ടിയ അവസരം ഏറ്റവും നന്നായിട്ട് ഉപയോഗിച്ചത് ആരാണോ അവർക്കാണ് ജോലി കിട്ടുക. അതായത് നിങ്ങൾക്ക് ആ ഒരു എക്സാമിനേഷൻ ഹാളിൽ നിങ്ങൾ എങ്ങനെ ബിഹേവ് ചെയ്യുന്നു, അല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടിയ ആ ഒരു സമയം നിങ്ങൾ എങ്ങനെ എഫക്റ്റീവായിട്ട് പ്രയോജനപ്പെടുത്തുന്നു എന്നുള്ളതിലാണ് കാര്യം. സോ അവിടെ വളരെ സ്മാർട്ടായിട്ട് നിങ്ങൾ ബിഹേവ് ചെയ്യുക. നിങ്ങൾ കുറച്ച് കാര്യങ്ങളുണ്ട്, അത് പല ക്ലാസ്സുകളിലും പല വീഡിയോസിലായിട്ടും ഒക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്, എങ്ങനെ പരീക്ഷയെ അഭിമുഖീകരിക്കണം എന്നൊക്കെ ഉള്ളത്. സോ അതൊക്കെ ഒന്ന് മനസ്സിൽ വെച്ചിട്ട് പരീക്ഷയ്ക്ക് പോവുക. സോ എപ്പോഴും ഓർക്കുക, എന്തറിയാം എന്നുള്ളതിലല്ല കാര്യം, എങ്ങനെ നമ്മൾ അത് എക്സിക്യൂട്ട് ചെയ്യുന്നു എന്നുള്ളതിലാണ് കാര്യം. സോ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. നമുക്കിനി അടുത്ത ക്ലാസ്സിലൂടെ വീട്ടിൽ കാണാം.